സംസ്ഥാന ജൂഡോ ചാമ്പ്യൻഷിപ്പ് 3-4 തീയതികളിൽ തത്തമംഗലം രാജീവ് ഗാന്ധി കൺവെൻഷൻ സെന്ററിൽ നടക്കും. 7 വെയ്റ്റ് കാറ്റഗറി അടിസ്ഥാനത്തിലാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഓരോ ജില്ലയിൽ നിന്നും 15 വയസ്സിന് മേലെയുള്ള 7 വീതം ആൺകുട്ടികളും പെൺകുട്ടികളുമാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഇവരെ കൂടാതെ ജൂഡോ പോലീസ് ടീമിന്റെ മത്സരവും നടക്കും. 3-ന് നടക്കുന്ന പെൺകുട്ടികളുടെയും 4-ന് നടക്കുന്ന ആൺകുട്ടികളുടെയും മത്സരത്തിൽ നിന്നും നാഷണൽ ടീമിലേക്കുള്ള അംഗങ്ങളെ തെരഞ്ഞെടുക്കുമെന്നും സംഘാടകരായ രഞ്ജിത്ത്, ശൈലേഷ് കുമാർ, ഷാജി ബാബു, സിവിൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ആൺകുട്ടികൾക്ക് 7 വെയിറ്റ് കാറ്റഗറി, പെൺകുട്ടികൾക്ക് 7 വെയിറ്റ് കാറ്റഗറി, അങ്ങനെ മൊത്തം 14 വെയിറ്റ് കാറ്റഗറികളായിട്ടായിരിക്കും മത്സരം നടക്കുക. അങ്ങനെ 14 ഒരു ദിവസം 3-ാം തീയതി നടക്കുന്നത് പെൺകുട്ടികളുടെ മത്സരമായിരിക്കും, 4-ാം തീയതി നടക്കുന്നത് ആൺകുട്ടികളുടെ മത്സരമായിരിക്കും. ആദ്യ ദിവസം നമുക്ക് ഒരു ജില്ലയിൽ നിന്ന് 4 എൻട്രി വെച്ചിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 392 മത്സരാർത്ഥികളായിരിക്കും ആദ്യ ദിവസം ഉണ്ടാവുക. ചില എൻട്രികളെ കുറവായതുകൊണ്ട് ചിലപ്പോൾ ഒരു 350ഓളം മത്സരാർത്ഥികൾ ആദ്യ ദിവസം ഉണ്ടാവും. രണ്ടാമത്തെ ദിവസം അതുപോലെ സെയിം ഇതേപോലെ തന്നെ 350ഓളം പ്ലേയേഴ്സ് ഉണ്ടാവും. പിന്നെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 14 ജില്ലയ്ക്ക് പുറമെ പോലീസ് ടീമും കൂടെ ഉണ്ടാവും. അതായത് 2018-19 വർഷത്തിൽ ഒരു പോലീസ് ടീം ജൂഡോയ്ക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ പോലീസ് ടീം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലെ പ്ലേയേഴ്സും കൂടെ 7 വെയിറ്റ് കാറ്റഗറികളായിട്ട് ബോയ്സ് ടീമാണ് ഉള്ളത്. അപ്പോൾ 7 വെയിറ്റ് കാറ്റഗറികളും 7 മത്സരാർത്ഥികൾ അവരും ഉണ്ടാവും. പിന്നെ ഉദ്ഘാടനം വന്നിട്ട് നമ്മുടെ ജില്ലാ പോലീസ് മേധാവി ശ്രീ അജിത് കുമാർ സാറാണ്. സമാധാനത്തിന് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ സതീഷ് PK സാറാണ്. UTV ന്യൂസ്, പാലക്കാട്.